in chumma എന്താ പറയുക, ഈസ് റിസർവേഷൻ ഈസ് എ ബെനിഫിറ്റ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ഓർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ റെപ്രസെൻറ്റേഷൻ ഓഫ് സോഷ്യലി അൺപ്രിവിലേജ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതുന്ന ആരാ? ഇതിൽ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന ഇടുത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും അതിനകത്ത് വരുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നതും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്. അതിന് ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് അതിനകത്ത് വരുന്നത്. അതിന് എതിർപ്പുണ്ടാകുമ്പോൾ പിന്നോട്ട് പോകും. സ്ത്രീകളുടെ റിസർവേഷൻ 33%. എത്ര വർഷമാണ് ഇവിടെ ഇരുന്നത്? എത്ര വർഷമാണ് ഇരുന്നത്? അർഹതയില്ലാഞ്ഞിട്ടാണോ? സംവരണത്തിൻ്റെ കോണിലൂടെ നോക്കുമ്പോൾ അർഹതയുണ്ടല്ലോ അവർക്ക്. സംവരണമാണ് നിങ്ങൾ സംവരണം അംഗീകരിക്കുന്നെങ്കിൽ 50% അല്ലെങ്കിൽ 49% സ്ത്രീകൾക്ക് അവകാശപ്പെട്ടാണ്, 49% പുരുഷന്മാർക്ക് അവകാശപ്പെട്ടാണ്, ഒരു 2% ഭിന്നലിംഗക്കാർക്കും കൊടുക്കേണ്ടതാണ്. സംവരണത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നെങ്കിൽ, നിങ്ങൾ സംവരണത്തെ പിന്തുണയ്ക്കുകയും ഇവരുടെ റിസർവേഷൻ പുറകോട്ട് വെക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? എത്ര വർഷമാണ്? ഈ അടുത്തറയല്ലേ, 93 കണ്ടല്ലേ അത് വരുന്നത്. കാരണം എന്താണ്? അർഹത ഉണ്ടായിരുന്നിട്ടും ഇത്രയും നാൾ പുറകോട്ട് പിടിക്കപ്പെടാമെന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എതിർപ്പുകളുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമായിട്ട് സംവരണം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? എതിർപ്പുകൾ ഉണ്ടായില്ല. അപ്പോൾ എതിർപ്പുകളില്ലാതെ അതിനെ അംഗീകരിച്ച ജനങ്ങളെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എന്തോ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറയുന്ന പദാവലിയിൽ അങ്ങ് ഒരർത്ഥമില്ല. അത് ജനങ്ങളുടെ വില്ലാണ്. അവരത് അംഗീകരിക്കുകയും അവരത് സൗകര്യപ്പെടുത്തുകയും എതിരഭിപ്രായം പറയാതിരിക്കുകയും എല്ലാ 10 വർഷം കൂടുന്തോറും സംവരണം ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ വില്ലിനെ കാണാതെ എന്തോ ഒരു മെക്കാനിസമാണെന്ന്. ഇതൊരു മെക്കാനിസം ഒന്നുമല്ല, മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ്. അതിനകത്ത് യാന്ത്രികമായിട്ടൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അങ്ങനെ സമ്മതിക്കണം, മെക്കാനിസം വഴി അങ്ങ് നടക്കണം. അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇടപെടുന്ന ഒരു സാധനമാണ്. Salve's conversion to Buddhism may be a political act, just like Ambedkar did many back. It may not be out of faith. ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം ബുദ്ധിസത്തിലേക്ക് പോയി അംബേദ്കർ ചെയ്തോണം ആയിരിക്കാം. പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നതോ മറ്റോ എതിർക്കേണ്ട കാര്യമുണ്ടോ? ഗോഡ് ഈസ് എ ഡെലൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോകുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ലൈക്ക് മൂവി തിയേറ്ററിൽ പോകുന്നത് പോലെ. അതായത് അവസാനം ക്വസ്റ്റ്യൻ നശിപ്പിച്ചു കളഞ്ഞു. സിനിമാ തിയേറ്ററുകളിൽ പോകുന്നത് പോലെ, ഭക്ഷണശാലകളിൽ പോകുന്നത് പോലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് പോലെ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നായിപ്പോയി അത്. കാര്യം ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്നത് നമ്മൾ ഒരു സന്തോഷത്തിനാണ്. നിങ്ങൾ അതൊരു ചോദ്യം, ഒരു ചെറിയ വശപ്പശമുള്ള ചോദ്യം. അതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ